ഒരവസരം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ സ്വപ്നം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു. ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളും രാഷ്ട്രീയ ഭരണപരമായ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രം ഏതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, അതിന് നേതൃത്വം വിജയകരമായി നൽകുന്ന നരേന്ദ്രമോദിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. 101 ജനപ്രതിനിധികളിൽ 50 പേരെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ് നടക്കുവാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരണത്തിലെത്താൻ സാധിച്ചത്. ആശാനാഥ്, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 24 മണിക്കൂർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മണിക്കാണ് 12 മണിക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആശ 4 മണിക്കാണ് ചെയ്തത്. അപ്പോൾ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കാണുവാനും ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എനിക്ക് ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻട്രാക്ഷൻ വരുമ്പോഴേക്കും വിശദീകരിക്കാം. ആശാനാഥുടെ ഡെപ്യൂട്ടി മേയറുടെ കാഴ്ചപ്പാട് ആശ പങ്കുവയ്ക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകുവാനായിട്ട് സാധിച്ചതിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഡെപ്യൂട്ടി മേയർ ആകുമെന്നേ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയും, കാരണം ഞാൻ നമ്മുടെ സമരത്തിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിലും ഒക്കെ തന്നെയാണ് ഇവിടെ ഇരുന്ന ചേട്ടന്മാരെയും എൻ്റെ പ്രിയ സഹോദരിമാരെയും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചാൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡെപ്യൂട്ടി മേയറായിട്ട് പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യത്തെ കാണുന്നത്. ഒരു കൗൺസിൽ വാർഡ് യോഗത്തിൽ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചതായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ പോലും ഒരു പാർട്ടി ഇത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ മേൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ രാജേഷേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരത്തെ ജനത, ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നഗരസഭയിൽ ഒരു ഭരണം വരണമെന്ന്. ഓരോ ആളുകളും ആഗ്രഹിച്ചതാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കൂ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ അവരുടെ വിരൽത്തുമ്പിലുള്ള വോട്ടിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ 50 ജനപ്രതിനിധികൾക്കും വലിയൊരു വിജയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിന് 101 വാർഡിലെയും ജനപ്രതിനിധികളെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഓരോ വാർഡുകളിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഓരോ വാർഡിലെ ബ്ലൂ പ്രിൻറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് 101 വാർഡ് ഒരുപോലെ കണ്ട് ഒരുമിച്ചുള്ള വികസനം സാധ്യമാക്കുവാനായിട്ട് മേയറുടെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി കണ്ട് തന്നെയുള്ള പ്രവർത്തനമായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നതിന് ഒരുമിച്ച് തന്നെയായിരിക്കും നീങ്ങുക. ഇന്നലെ മുൻ മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ ശ്രീകുമാർ ഒരു മെമ്മോറണ്ടം തന്നിരുന്നു. അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് നോക്കിയിട്ടില്ല, വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കായിരുന്നു, നോക്കാം. ഇപ്പോൾ വയോമിത്രം പദ്ധതി ഇപ്പോൾ നടപ്പിലായി വരുന്നുണ്ട്. ഇന്നലെ ആദ്യം ഒപ്പിട്ട ഫയല് നമ്മൾ 55 വാർഡുകളിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നൊരു പദ്ധതി നടന്നു വരുന്നുണ്ട്. അതിൽ 50 ലക്ഷം രൂപ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ചുകൊണ്ടുള്ള ഫയലാണ് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ഒപ്പിട്ടത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ വയോജന കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വൈകുന്നേരം അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ചില കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതു തരത്തിലാണ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുക, അത് ആരോഗ്യകരമായ ഒരു നിർദ്ദേശമാണ്. അതിന് ഫണ്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഇക്കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ പല ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരം തരാം. പലരും കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റിന് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷനാണ്.
ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകണം. നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം, വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ സമീപിക്കണം. നമ്മുടെ വീട്ടിന് മുന്നിൽ മാലിന്യം കുന്നുകൂടി കിടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്ത് മെമ്പറെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായാലും വിളിക്കും, കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്നത് ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിൻ്റെ വികസന കാര്യത്തിലും ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ റോൾ നിർവഹിക്കുവാനുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും. ഞങ്ങളപ്പോൾ ഷോർട്ട് ടേം പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞു കിട്ടാറുണ്ട്. അപ്പോൾ ആശാ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ ഒരു 30 ദിവസം നീണ്ടു നിന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടുകാരൻ തട്ടിപ്പിനെതിരെയുള്ള സമരമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസീപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത അതിനെതിരെ നടത്തിയ സമരമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട്. പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി ഈ പണം അടയ്ക്കാതിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. അതങ്ങനെ അവിടെ കിടന്നിട്ട് ദ്രവിച്ചു പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷൻ്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയനൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനം, IT സെക്ടറിൻ്റെ വികസനം, സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഈ മേഖലകളുടെയും വിദഗ്ധന്മാരുടെ ഇടപെടലോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൈമൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസ്സും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ കോൺസെപ്റ്റിലേക്ക്, അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും. സംസ്ഥാന അധ്യക്ഷനാണ് അക്കാര്യം അനൗൺസ് ചെയ്തത്. അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് വർക്കിലാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഞങ്ങളോട് കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവിടെ ആവശ്യത്തിനൊക്കെ നിയമനമുണ്ട്. ഈ നിയമിക്കപ്പെട്ടവർ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി. അവിടെ ജോലി ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല പല ജോലികളും തടസ്സപ്പെടുത്തുന്നതാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഭരണപക്ഷത്തിൽ നിന്ന് ആ ലിസ്റ്റൊക്കെ എടുത്ത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് എത്ര മണിക്ക് വരും, എത്ര മണിക്ക് പോകുന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. എന്തായാലും ആദ്യം ഉള്ള സ്റ്റാഫ് ഞങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തുള്ള 50 കൗൺസിലർമാരും ഒരു ദിവസം 15 മുതൽ 18 മണിക്കൂർ വരെയെങ്കിലും മിനിമം ജനങ്ങളുടെ ഇടയിലും കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അത്രയൊന്നും വേണ്ട, പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര സമയം പണിയെടുക്കണം, താൽക്കാലിക ജീവനക്കാർ എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. ആ സമയത്ത് ജോലി ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അപ്പോൾ അത് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇടപെടാം. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട്, കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതികൾ അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ അതിന് ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തെയും കിട്ടിയില്ല. ഇൻഡോർ മേയറുമായിട്ട് ഇന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനെസ്റ്റ് സിറ്റി ഇൻഡോറാണ്. അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. അതിൽ അത്രത്തോളം വേക്കൻ ലാൻഡ് നമുക്കില്ല. അപ്പോൾ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യൻജിയുമായിട്ട്, അതായത് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി
ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് ധനസഹായം നൽകാൻ പറ്റുമോ എന്ന് ജോർജ് കുര്യൻജി കോട്ടയത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്, കുര്യൻജിയെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും വിജയിച്ച മാതൃകകൾ രാജ്യത്ത് എവിടെയുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ പഠിച്ചിട്ട് പറയാം, ആ വിഷയം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം. ആണോ? ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട്, ആശംസ ഇടാത്തവരുണ്ട്. ഞാനതൊന്നും നോക്കിയിട്ടില്ല. വാട്സാപ്പിൽ തന്നെ 1000 മെസ്സേജ് വന്നിട്ടുണ്ട്. ആശയം ഇട്ടിട്ടില്ല ആശംസ. ഞാൻ ആശയ്ക്കും ആശംസ ഇട്ടിട്ടില്ല. ആ, ജനങ്ങൾ എന്ത് പുരസ്കാരം തന്നാലും വാങ്ങും. ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ്. 5 വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു 75 സീറ്റിൽ ഞങ്ങൾ ജയിക്കണം. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം. തീർച്ചയായിട്ടും പരമാവധി ട്രാൻസാക്ഷൻ ഓൺലൈനിലാക്കും, യാതൊരു സംശയവുമില്ല. അതായത് 2 വർഷമുണ്ട് ബാലകൃഷ്ണൻജി. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു കോർപ്പറേഷൻ മുമ്പോട്ട് സാധിക്കില്ല. ആദ്യം അത് സംസാരിക്കുന്ന സമയത്തും പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും, കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും, പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം, പണം ഉണ്ടാക്കാം. കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗ്ഗമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ എന്നെ പോലെയോ എന്നെക്കാളും അറിയാമല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട്? 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ചില കെട്ടിടങ്ങൾ കൊടുത്തിരുന്നത് 250 രൂപയാണ് ഒരു മാസം വാടക. 40-45 വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരികുമാർ ഉൾപ്പെടെയുണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. ഞങ്ങൾക്കറിയാം എൻ്റെ കണക്ക്. 40-45 വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്നാൽ അതോടൊപ്പം അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് 3000 രൂപയുണ്ട് പെർ ഡേ. ഇവിടെ കിട്ടുന്നത് 250-500 രൂപയാണ്. 45 വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ്, അവരുടെ തലമുറ കൈമാറിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിംഗ് കൗൺസിലുകൾ കൃത്യമായി ഹാജരായിക്കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധി വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷന് കിട്ടും. അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച, നമ്മുടെ നികുതി ചോർച്ച, ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും. അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും. അവിടെയാണ് താങ്കൾ ചോദിച്ചതിൻ്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് പണം തരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക? ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ. സംസ്ഥാന സർക്കാർ അതിനൊരു സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ. സംസ്ഥാന സർക്കാർ അതിന് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിക്കും, ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ നിലപാട് ബോധ്യപ്പെടുത്തും, കോർപ്പറേഷൻ്റെ ട്രൂ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും. സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് തന്നല്ലേ പറ്റുള്ളൂ. ഇനി തന്നില്ലെന്നിരിക്കല്ലേ, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം. നിയമമുണ്ട്, രാഷ്ട്രീയ പോരാട്ടമുണ്ട്, ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും. അല്ല, അങ്ങനെ ഒരു വാർത്ത കണ്ടു, അത് മാറ്റിയല്ലോ എന്ന് അന്വേഷിച്ചില്ല. ഒന്ന് അവിടെ ചെന്നിൻ്റെ സെക്രട്ടറിയെ കണ്ട് ഫയലുകളൊക്കെ പരിശോധിച്ചിട്ട് പറയാം. പ്രശാന്ത്, ഞാൻ പറയാം. അതായത് ആ വാർത്ത കണ്ടു, ഞങ്ങൾ ആ വാർത്ത കണ്ടിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ 20-ാം തീയതി വരെ അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ള പവർ അവർക്കുണ്ടായിരുന്നു, മുൻ ഭരണസമിതിക്കുണ്ടായിരുന്നു. 20-ാം തീയതിക്ക് ശേഷമാണ് അവരുടെ പവർ അവസാനിക്കുന്നത്. പോയതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും മറ്റുള്ള ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. അവിടെ കണ്ടിട്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധിക്കും. ഇനി മാറ്റിയെന്നിരിക്കട്ടെ, അതുകൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതിൻ്റെ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും. അതൊന്നും ഒരു പ്രശ്നമല്ല. അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നത് അറിയാം.
അദ്ദേഹത്തെ അങ്ങ് ആ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പറയാം. അത് വാർത്തകൾ കണ്ടു, അതിലപ്പുറം ഞങ്ങൾ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. അല്ല, തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് 10,000 രൂപ 50,000 രൂപ ഇങ്ങനെയൊക്കെയുള്ള തന്നെ ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതി കഴിഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അതിന് വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാർക്ക് അത് വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു ആലോചനയുണ്ട്. അത് ഞങ്ങളുടെ അനൗപചാരിക ചർച്ചകൾ വന്നിട്ടുണ്ട്. അതിലപ്പുറം മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല, വേണ്ട ഘട്ടങ്ങളിൽ അത് ആലോചിക്കും. ആലോചിച്ചിട്ട് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല. നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആവശ്യമായ സ്ഥലങ്ങളിൽ പരിധികൾ വേണം, പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം. അതിനൊന്നും എതിരല്ല. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ചിന്തകളിൽ ആലോചിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഡോർ മേയറുമായി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തിരുവനന്തപുരം മേയർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നരഹരി IAS അദ്ദേഹം ഇൻഡോറിലെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അദ്ദേഹവുമായി ഞങ്ങൾ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ ഒരു സെമിനാറിൽ അദ്ദേഹം വന്നു. ജന്മഭൂമി പത്രത്തിൻ്റെ സെമിനാറിൽ അദ്ദേഹം വന്ന് ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അദ്ദേഹം അവതരിപ്പിച്ചു. ഏത് സമയത്ത് ബന്ധപ്പെട്ടാൽ തിരുവനന്തപുരത്ത് വെച്ച് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അതുതന്നെയാണ് അതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല മാർഗം. സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് വന്നതുകൊണ്ട് ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്, നമുക്ക് ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, സ്വാഭാവികമായിട്ട് വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ള എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് ഇതിലിപ്പോൾ ഒരു തെരുവുനായ ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പ്രദേശത്തെ സ്ഥലം കണ്ടെത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തും. നിലവിലുള്ള സാഹചര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും. ഇപ്പോൾ ഒരു 8,000-9,000 തെരുവുനായ്ക്കൾ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടാകുമെന്നാണ് ഏറെക്കുറവുള്ള കണക്ക്, കൂടാൻ കുറയാം. ഒരു ഷെൽട്ടറിൽ ഒരു നായ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം വേണം പെർ ഡേ, അതെവിടെ കുക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിക്കും. അതായത് അത് എനിക്ക് തോന്നുന്നു ഈ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് എടുക്കുന്നത്. കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഞങ്ങളൊരു ഭരണസമിതിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. എനിക്ക് പറയാൻ കാരണം, നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണ്. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമപ്രവർത്തകയാണ്, ഇപ്പോൾ കേരളത്തിലാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഒരു 4 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല. കാരണം 5 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊല്യൂഷൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങൾ, അതായത് കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സെറ്റിൽ ചെയ്യുകയാണ് അവർ. ഇത് നേരിട്ടൊരു 8-10 ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ്. ഡൽഹി നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്ക് പൊല്യൂട്ടഡാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട, ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് 2070 ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത്. പക്ഷേ
ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകളിൽ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനയിലാണ് ഓടുന്നത്. ഒടുവിൽ ഞങ്ങൾ ആശാനാഥൻ, ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലും കട്ടപ്പനയിലും നെയ്യാറ്റിൻകരയിലും പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂടൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു, ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് എന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൗദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പരിശോധിക്കണം. ഇപ്പോൾ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വരാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ്. എനിവേ, തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും. ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും. എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും. 100%. ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാലേ ആ വാർഡിൽ ഏറ്റവും നല്ല മുന്നേറ്റം നടക്കുകയുള്ളൂ. ഇപ്പോൾ സ്വതന്ത്രർ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു LDF-ൽ നിന്നും UDF-ൽ നിന്നൊക്കെ നിരവധി കൗൺസിലർമാരെ ഞാൻ കണ്ടു. ഇന്നലെ അവരോട് താങ്കൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല, ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കൗൺസിലർമാരെ അഡ്രസ്സ് ചെയ്തപ്പോഴേക്കും മേയർ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 101 വാർഡുകളിലെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അവരവരുടെ വാർഡുകളിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിക്കണം. അതുൾപ്പെടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ അക്കാര്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞങ്കാർ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാം വാർഡ്. ഞങ്ങളുടെ കയ്യിൽ കുറേ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിളാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്ത ബസ്സുകളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്. നമ്മളിവിടെ ഓടുന്ന അല്ല, അതാ ഇവിടെ ഓടുന്ന അതുപോലത്തെ ബസ്സാണ് ഇതിപ്പോൾ. അതാണ്, ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് തരികയാണ്. അതായത് നമ്മുടെ പല വാഹനങ്ങളും എവിടെയൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷനുള്ളിൽ നിങ്ങൾ ഇന്ന് ക്യാൻറ്റീനിലോട്ട് പോകുന്നതിൻ്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ്. ചിലപ്പോൾ ഒരു ജീപ്പിൻ്റെ ഒരു ടയറായിരിക്കും ഇല്ലാതായത്. ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റ് 3 ടയറും അല്ലെ അവിടെ കിടന്ന് പുല്ല് ഓടിക്കുകയാണ്. ഈ ടയർ വണ്ടി ഒതുക്കിയിടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരല്ലേ. ഒരു 3 മാസം വാഹനം ഉപയോഗിച്ച് അതിൻ്റെ എഞ്ചിന് പിന്നെ സ്റ്റക്കാവൂലേ? സ്വാഭാവികമായിട്ട് ഗിയർ ബോക്സിന് എന്ത് സംഭവിക്കും? എത്ര ലക്ഷം? അപ്പം ഒരു 3000-ഓ 8000 രൂപ കൊടുത്തൊരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം 10 ലക്ഷം രൂപ വാഹനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എത്ര വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്? ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ 3-4 ബസ്, മാധ്യമപ്രവർത്തനമാണ് പറയുന്നത്, ഞങ്ങളല്ല. എത്ര ലക്ഷം രൂപയുടെ 4 ബസ്സാണ് നെയ്യാറ്റിൻകര കിടക്കുന്നത്. എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഓടിക്കൂടെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് 45 വർഷത്തെ കാര്യങ്ങളല്ലേ, അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൺ വൈ യൂണിറ്റ് ഞങ്ങൾ പരിശോധിക്കും. ഇതിലെല്ലാം അത് ഉൾപ്പെടും. ഡെപ്യൂട്ടി മേയറോട് ചോദ്യമുണ്ടോ? ഡെപ്യൂട്ടി മേയർ. എന്തിനാണ് കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോഴേക്കും താങ്കൾക്ക് ആശങ്കയുണ്ടോ? പിന്നെന്താ പ്രശ്നം? ഇവിടെ ഇരിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ ആശങ്കയില്ല. ഞങ്ങളൊക്കെ 10 വർഷം കൊണ്ട് ജനങ്ങളുടെ പ്രവർത്തിക്കുന്നവരല്ലേ. ആശങ്ക സൃഷ്ടിക്കരുത്. ഒന്നും പറയില്ല, പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഞങ്ങളെ പ്രവർത്തനം മുമ്പോട്ട് പോകും. അങ്ങക്ക് തോന്നുന്നുണ്ടോ ഈ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുന്നത് ശരിയാണെന്നുള്ള അങ്ങക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, കഴിഞ്ഞു. പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത്, ഇതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഷോ കാണിക്കാനൊന്നുമില്ല. പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത്. അത് വേണ്ട ഘട്ടത്തിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഞാനിപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നുമല്ല പറയുന്നത്. പരമാവധി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കുക. ഇടപെടേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇടപെടും.
അല്ല, അത് അങ്ങനെ തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില നല്ല ഉദ്ദേശങ്ങളുണ്ടാകും. കാരണം ഈ ഫുഡ് പോയ്സണൊക്കെ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരികയാണല്ലോ. അങ്ങനെയൊക്കെ നിയമപരമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകും. ആരെയും ഒന്നും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. അല്ല, ആശയോട് വേറെ പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഡെപ്യൂട്ടി മേയറോട്. അതെ, അപ്പോൾ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് 5 വർഷം ഉത്തരം നൽകാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ട്രഷറർ വിനീഷിനെ ക്ഷണിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ മുൻ സെക്രട്ടറി, നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗമായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നീട് നിങ്ങളത് മാത്രമായിട്ടുള്ള ഒരു മീറ്റ് ദ പ്രസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത്. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ് ക്ലബിൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളുടെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് കൊണ്ടാണ്. അല്ല, ഞാനിന്നലെ ഒരു കാര്യം, അത് രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടായിരുന്ന അറിയില്ല, പറഞ്ഞത് 3 മുന്നണികളാണ് തെരഞ്ഞെടുപ്പിൽ മെയിനായിട്ട് മത്സരം. ഒന്ന് രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന NDA, 2 സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF, 3 ഈ രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള പാർട്ടികളൊന്നായിട്ടുള്ള കോൺഗ്രസ്. ഈ 3 പാർട്ടികളും കണ്ണമ്മൂലയിലും പൗണ്ടുകടയിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടാണല്ലോ അവർ ജയിച്ചത്. അപ്പോൾ ഈ 3 ദേശീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കാൾ ഇവർക്ക് സ്വാധീനം ഉണ്ടെന്നാണ് ജനങ്ങൾ തെളിയിച്ചത്. സ്വാഭാവികമായിട്ട് അതിനെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതിനെയും മുഖവിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 വാർഡിനെയും ഒറ്റ യൂണിറ്റായിട്ട് ചേർത്തുകൊണ്ട് അവർ നാളെ പിന്തുണ തരുന്നോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറിയാണ്. പിന്തുണ തരുന്നതുകൊണ്ട് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നോ, പിന്തുണ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ കയറിയില്ല, അങ്ങനെ ഒരു നിലപാട് നരേന്ദ്രമോദിജിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും അത് പാലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെയൊക്കെ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡർ വിഷൻ പ്രോഗ്രാം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നു വരുന്നതാണ്. ഇതിൽ നേരത്തെ രാജേഷേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് മേയർ എന്ന ചുമതല ഏറ്റെടുത്ത് ഡെപ്യൂട്ടി മേയറും നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വലിയ തിരക്കുകൾക്കിടയിൽ ഈ 24 മണിക്കൂറിനിടയിൽ ഓടിയെത്തിയതിന് രാജേഷേട്ടന്, പ്രത്യേകിച്ച് മേയറായിട്ടുള്ള രാജേഷേട്ടൻ, ഒപ്പം തന്നെ ആശ എന്നിവർക്ക്, ഡെപ്യൂട്ടി മേയർ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ കൂടെ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ്, പ്രത്യേകിച്ച് വലിയ ആത്മബന്ധമുള്ള 2 പേരാണ്. ഇവർക്ക് 2 പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.